സംസ്ഥാനത്ത് ആശങ്കയേറ്റി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ. ഇക്കഴിഞ്ഞ 5 ദിവസത്തിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് പാമ്പുകടിയേറ്റ് ജീവൻ നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ചു. കാഷ്വാലിറ്റിയിൽ എത്തുന്ന കേസുകളിൽ പാമ്പുകടിക്കുള്ള സാധ്യത കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 പേർ പാമ്പുകടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. 3 മരണങ്ങളിലും പാമ്പുകടി സാധ്യത ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നില്ല. രോഗികൾ മരിച്ച ശേഷമാണ് പാമ്പുകടിയെന്ന് സ്ഥിരീകരിച്ചത്. എല്ലാ ആശുപത്രികളിലും ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടെന്നാണ് വിവരം. താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജുകളിലാണ് ആന്റിവെനമുള്ളത്. ഓരോ വർഷത്തെയും ആവശ്യകത അനുസരിച്ചാണ് ആശുപത്രികളിൽ ആന്റിവെനം സൂക്ഷിക്കുക. അതേസമയം കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ഇന്നലെ അർദ്ധരാത്രി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് 5ാമത്തെ പാമ്പിനെ വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ കണ്ടെത്തിയത്. ഇന്നലെ മാത്രം 2 പാമ്പുകളെ വനം വകുപ്പ് പിടികൂടി. തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വനം വകുപ്പും സർപ്പ ടീമും രാവിലെ വീട്ടിലെത്തി ശുചിമുറിയുടെ തറയും വീടിന് പുറത്തെ തറയുടെ ഭാഗങ്ങളും പൊളിച്ച് പരിശോധന നടത്തി. മീഡിയ ടൈം, തൃശൂർ.